ഫസ്റ്റ് BSc കഴിഞ്ഞിട്ടാണ് എന്നെ പെരുതിനെ പിടിച്ചുകൊണ്ട് പോയത്. സാറായിട്ട് പോയി കൊണ്ട് പോയാൽ TC എടുത്ത് ഞാൻ പോയി. ഫസ്റ്റ് ഇയർ വിത്ത് കൊച്ചി ഇറങ്ങണം BSc കഴിഞ്ഞു കൊണ്ടൊക്കെ എടുത്താൽ ചെറിയ കൊണ്ടൊക്കെ സക്രിയാജനാണ് അവിടെ പാസ്. സക്രിയാജ് എന്ന് പറഞ്ഞാൽ സക്രിയാജ് ഞാൻ സ്ക്വാഡ് പഠിക്കാനുള്ളവർ അങ്ങോട്ട് പോകും. ചെന്നപാട് ഞാനൊരു സ്ലിപ്പറായിട്ടുണ്ട് പോയത്. നമ്മൾ വലിയ പണക്കാരൊന്നും അല്ല. പിന്നെ ഒരു പല തേക്കാൻ ബ്രഷ് പേസ്റ്റ് വെക്കുക. കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും അങ്ങ് എടുത്തുകൊണ്ട് പോയി. പറഞ്ഞത് ഇന്നും വേണ്ട, ഇവിടെ ഞാൻ ഈ പൗഡറുണ്ട് അത് വാങ്ങിക്കാം, തോലച്ചെരിപ്പുണ്ട് അത് ഇട്ടാച്ചാൽ മതി. ഓക്കെ, പിന്നെ നടക്കുമോ ഇന്ന്? ഇതാണ് എൻ്റെ ചോദ്യം. അത് അവരെ കൊച്ചാക്കാനായിട്ടല്ല, ഈ വരുന്നവരെ അവർ ട്രെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് ഹിന്ദു സന്യാസി, ഞാൻ പിന്നെ തിരിച്ചങ്ങോട്ടാണ് പോകുന്നത്, ഹിന്ദു സന്യാസിൽ നിന്ന് ചില സമ്പ്രദായങ്ങളിൽ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പാത്രം എടുത്ത് കഴിക്കും, ഭിക്ഷ എടുത്ത് ജീവിച്ചു, ഇവിടെ ഒന്നുമില്ല എന്നാണ്. അതിലെ മുഖത്താണ് തിരിച്ചു വരത്തില്ല. ഇന്നാണ് അവർ ഭിക്ഷ എടുക്കാൻ പോയി പല വീടുകളിലും പോയി കൈ കിട്ടും. ചിലപ്പം ചില തൂപ്പും അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറയും, അടിവാടെ മാതിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കൈ. എന്തിനാന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കുക, വിനയം പഠിപ്പിക്കുക. ഭിക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം സ്വയമായിട്ട് പാകം ചെയ്യാത്ത ആളിനാണ് ഭിക്ഷു എന്ന് വിളിക്കുന്നത്, ഭിക്ഷ എടുക്കുന്ന ആളാണ്. അതൊക്കെ അത്രയും വേണോ, എക്സ്ട്രീം അല്ലെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷേ അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്, പരിശീലനത്തിൻ്റെ ഭാഗമാണ്. ഇമാതിരി സമ്പ്രദായം പോയിട്ട് ഇപ്പം നമുക്ക് വാട്ട് ഇസ് ദ ഡിഫറൻസ്? സെക്കുലർ ക്രിസ്ത്യനായിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ല. ഒരു ഉടുപ്പിട്ട് കൊണ്ട് മാത്രം ആവത്തില്ലല്ലോ, അല്ലെ ഒരു കോൺഫറൻസ് നടത്തിയെന്ന് വെച്ചാൽ ആവത്തില്ലല്ലോ. എന്തോ അങ്ങനെയൊക്കെ ആയിപ്പോയി. പല കാരണങ്ങൾ നമ്മളൊക്കെ ഉത്തരവാദികളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കൾ കൊണ്ടായിരിക്കാമെന്ന് ഞാൻ പറയും. ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു വലിയ ദാരിദ്ര്യമാണ് നമുക്ക്. മിഷന് പോകാനും ആളില്ല, സന്യാസത്തിന് ആളില്ലാത്ത ഏക സഭയിൽ മാത്രം. ഇപ്പോൾ ഞാൻ വിഷയമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഈ രണ്ടിനകത്ത് ദാരിദ്ര്യമാണ്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പത്രാരം എടുക്കും, അത് ചെയ്ത് പള്ളി പൊതുവെ നടത്തും, അടിപിടി ഉണ്ടാകും, കേസ്, ഇതൊക്കെ ശരിയാണ്. എവിടെ മിഷൻ? പൂജ്യം. സന്യാസം പൂജ്യം. ആപ്പാടെ മിഷന് വേണ്ടി പോയിട്ടുള്ളത് കേരളത്തിൽ ഉസ്താദ് തിരുമേനി, നോർത്ത് ഇന്ത്യയിൽ ദേവദാസ് തിരുമേനി, ഈ രണ്ട് മനുഷ്യരെ മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. അദ്ദേഹം ഒരു പ്രത്യേക ഇതായിരുന്നു. പിന്നെ അതിന് നിന്ന് പിൻഗാമികളില്ല ഇതിനൊന്നും. അത് വലിയൊരു കുഴപ്പമില്ല. ഇതിനൊന്നും അടുത്തൊരാളുടെ പേര് പറയാൻ പോലും നമുക്കില്ല. പിന്നെ ഇന്നുള്ളവർക്കൊക്കെ നോട്ടമൊക്കെ നേരെയാണ് നോക്കുന്നത്. കുറ്റമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ അവർക്കെന്ത് സ്വന്തമായി അവർക്കെന്ത് കിട്ടും, അവർക്കെന്ത് നേടാം എന്നുള്ള ചില സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി സ്വത്ത് സമ്പാദിക്കണം എന്നല്ല ഞാനിപ്പോൾ. അങ്ങനെയുള്ള ഒരു സ്വാർത്ഥതയും തൊട്ട് തീണ്ടാതെ എല്ലാം ഇതിനു വേണ്ടി ചെയ്തു, പല സഭയ്ക്ക് വേണ്ടി ചെയ്തു. കൃതാർത്ഥതകൾക്കുണ്ടായിരുന്നു, അത് ജീവിതത്തിലും മരണത്തിനൊക്കെ ഉണ്ടായിരുന്നു. മധ്യസ്ഥിയൻ ഒത്തിരി പട്ടിണി കിടന്ന ആളാണ്. ഓതറയിൽ ഒരുപാട് പട്ടിണി കിടന്ന് ലാവാണ് അതിലെ ചാക്ക വേണ്ട 3 നേരം ചാക്കയാണ്. പിന്നെ കുത്തം പിടിച്ചൊരു തീരൊക്കെ വെച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം പട്ടിണി എന്താണെന്ന്. ആ പട്ടിണി ഉണ്ടായതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് സന്യാസി സൃഷ്ടിച്ചു. അത് വരാതിരിക്കാനാണ് ചെങ്ങമ്മനയുടെ ആശ്രമത്തിന് 1-2 സ്ഥാപനങ്ങൾ കൊടുത്തു. അപ്പൊ ഞാൻ തന്നെ പിന്നെ കൊണ്ട് നടക്കുന്നവരുടെ കഴിവുകളെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഇതിന് കൊടുത്തു എന്നാണ്. അതിപ്പോൾ കോളേജ് അവർക്ക് കൊടുത്തു, മറ്റേ അവർക്ക് കൊടുത്തു, അതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പട്ടിണി എന്താണെന്ന്. ഞാനീ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് പിൻഗാമിയുണ്ടോ? ഇല്ല. ആ വഴിക്കോട്ടെ എല്ലാവരും പട്ടിണി കിടക്കണമെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അദ്ദേഹം ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ആരുണ്ടാക്കുന്നു വിദ്യാഭ്യാസ ആരും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നോട്ടം വേറെയായിരുന്നു. അത് കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അത്രയൊക്കെ ചെയ്തു വെച്ചു. എല്ലാം സഭയ്ക്ക് വേണ്ടിയാണ് ചെയ്തു വെച്ചു. അല്ലാതെ ഒന്നും കൊണ്ടുപോയിട്ടില്ല, വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു പരാധീനം എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കുറഞ്ഞ് ഓൾമോസ്റ്റ് പൂജ്യമായിട്ട് വന്നിരിക്കുന്നു എല്ലാ മേഖലയിലും. നല്ല അധ്യാപകരില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജും കിട്ടാത്തത്? കണക്ക് നോക്കുക. ഇപ്പം പുതിയ സയൻസ് ഒക്കെ അറിയാം, പക്ഷേ ഈ ലാംഗ്വേജ് ഇല്ല. മലയാളം കിട്ടുന്നില്ല, ഇംഗ്ലീഷും കിട്ടുന്നില്ല. അവിടുത്തെ ഇംഗ്ലീഷും കൊണ്ട് പുറത്തുള്ള ഒരക്ഷരം ഒരു വാഴ എഴുതാനോ പറയാനോ അറിഞ്ഞുകൂടാ ഈ ഗ്രാജുവേറ്റ്സ്.
ഇപ്പം ഞങ്ങൾ മദ്രാസിലൂടെ പഠിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് പുറത്ത് ചാടിയോട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ എന്തുമാത്രം അവർ ഇംഗ്ലീഷാണ് പറയും, തെറ്റ് പൊട്ട് ഇംഗ്ലീഷാണെങ്കിലും പോളി ഇംഗ്ലീഷാണ്. ആരും ക്ലാസ്സിൽ വീട്ടിൽ പോയി പോകുമ്പോൾ എന്ന് ചോദിക്കുക അവർ. ഇവിടെ അത് ഇംഗ്ലീഷ് പഠിച്ച് മലയാളം പഠിപ്പിക്കും നമ്മുടെ നാട്ടിൽ. അവരൊരു ഒരു അറിവും വീക്ഷണക്കുറവും സൗകര്യക്കുറവും എല്ലാം ഉണ്ട്. സൺഡേ സ്കൂളിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന സഭയുടെ ചുമതലയാണ്. ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ വേണം ഇതൊക്കെ. ദിവസം ഞാൻ പറയുന്നുണ്ട്, കേൾക്കാൻ ആരും ഇല്ല. സഭയ്ക്ക് ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം. അതിൻ്റെ ഭാഗമാണ് സെമിനാരി, അതിൻ്റെ ഭാഗമാണ് ദിവ്യബോധനം, ഭാഗമാണ് സൺഡേ സ്കൂൾ, അതിൻ്റെ ഭാഗമാണ് ഈ NGOs. ഇതെല്ലാം സഭയ്ക്ക് ജനങ്ങളെ പഠിപ്പിക്കേണ്ട സഭയുടെ ജോലിയാണ്. പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ ഈ ബുദ്ധിബോധനം മറ്റേ മറിച്ചിട്ട് യോഹന്നാനോടൊക്കെ പോകുന്നു. അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ പഠിപ്പിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, പഠിപ്പിക്കാൻ വിട്ടു പറഞ്ഞു. ഈ ദിവ്യബോധനം കാലത്ത് ഗ്രിഗോറിയസുകാരുടെ വിഷയമാണ് തുടങ്ങിയത്. പിന്നെ അത് കുറച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ അങ്ങനെയുള്ളതിനകത്ത് വീട്ടിൽ അമ്മമാരോ അല്ലാത്തവരും നടുവരോ യൂത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള അറിവ് കിട്ടും. കാര്യങ്ങളൊക്കെ ആരെയും ചോദിച്ചാലും ചോദിച്ചില്ലല്ലോ ഒക്കെ ഒരു ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടാണ്. എന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ അറിയാമെന്നല്ല. അച്ഛനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ബിക്കോസ് ബൈബിൾ സൈസോ എന്ന് സായിപ്പ് പറയും. അതുപോലെ ദൈവം ബിക്കോസ് ബൈബിൾ സൈസോ അതുകൊണ്ടായില്ലല്ലോ. ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അത് ബാപ്റ്റിസ്റ്റ് സഭയിലെ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ ഒരു ഓർത്തഡോക്സ് ഉണ്ട്, പോപ്പ് ഷെനൂഡ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഗംഗാനദിയിൽ ഇരിക്കുന്ന പൊക്കമുള്ള ആൾ തെഗോദ്രോസ്. അദ്ദേഹം സൺഡേ സ്കൂളിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും. പിന്നെ ഡയറക്ടറായിരുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ അവർ പറഞ്ഞ ജനം കേൾക്കും. കുറിച്ചുകാരെന്ന് വളരെ വലിയ അവിടെ നിന്നോട്ട് 2 വർത്തമാനം പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മനസ്സിലായി എല്ലാവർക്കും. അധികം പോടാ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താന്ന്, അത് സ്വർഗത്തിലെ വാഴയാടാ, എവിടെ കിട്ടി, എന്താ മ്യൂസിക് ഇത് ലാംഗ്വേജ് എവിടെ നിന്ന് കിട്ടി അറിഞ്ഞൂടാ. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റെവലേഷൻ പോലെ പറയുന്നത്. പക്ഷെ അത് അക്കാഡമിക് അല്ല. ഇന്ന് നമുക്ക് അതിൻ്റെ കുറവ് എന്ന് കണ്ടത് അക്കാഡമിക്ക് മാത്രമേ പറയാൻ 5 പോയിട്ട് പറയാൻ മാത്രമേ അറിയത്തുള്ളല്ലോ. എത്ര പേര് പ്രസംഗം കേൾക്കുന്നുണ്ട് പള്ളികളിൽ, എത്ര പേർ ഉറങ്ങുന്നുണ്ട്. കുർബാന മധ്യേ ഇരുന്ന് ഉറങ്ങുന്ന ആളുകൾ വരെ കുർബാന മധ്യയിലും പള്ളിയിലുണ്ട്. പ്രസംഗ സമയത്ത് മൂക്കാലും ഒരു ഉറക്കമായിരിക്കും. ഒരു പുതിയതായിട്ടൊന്നും കിട്ടുന്നില്ലെന്നേ. ഉപയോഗിക്കുന്നത് പള്ളി ഭാഷ, പാതിരി ഭാഷ എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. ഇതൊക്കെ ഒരു ട്രെയിനിങ്ങൊക്കെ നേരെ കിട്ടുന്നതാണ്. പക്ഷേ ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ജനം എഡ്യൂക്കേറ്റഡ് ആണ്. അവരോട് പ്രസംഗിക്കുന്ന അച്ഛൻ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. വലിയൊരു ചലഞ്ചാണ് അത്. കോൺഗ്രിഗേഷൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഇന്ന് പൊതുവെ. അപ്പം അവരെ ഡീൽ ചെയ്യുന്ന ആളും അതുപോലെയൊക്കെ ഒന്ന് എഡ്യൂക്കേഷൻ മാത്രമല്ല, പക്ക കുറ്റമില്ലാത്ത ജീവിതമായിരിക്കണം. പല ഉദാഹരണമായിപ്പോൾ പലരും കേസിൽ കൂടി കിടക്കുന്നില്ല. അവരെ കുറിച്ച് എന്നാ പറയാൻ പോകുന്നത്? നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനോ? നിങ്ങൾ അതിനേക്കാൾ മോശമാണ് എന്ന് പറയും. വിരൽ ചൂണ്ടി പറയുന്ന രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ അതിലേക്ക് അർത്ഥം. ഇത് നമ്മുടെ കുഴപ്പം, നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമാണ്. ഈ നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളിലും ഇപ്പം ചെറുപ്പക്കാരില്ല. ചെറുപ്പക്കാരൊക്കെ കുറഞ്ഞു. എല്ലാവരും ഇതിനു മുമ്പ് പറഞ്ഞതല്ല, എല്ലാവരും വിദേശത്തേക്കൊക്കെ കുടിയേറി ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരൊരു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനും അതിനും ഒക്കെ ആയിട്ട് വരും. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും പല പള്ളികളിൽ പോലും ആരും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഒന്നും കൂടാഴിയില്ല. അതിന് നമുക്ക് നമ്മുടെ സഭയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയില് ഇപ്പോൾ സൗത്തിൽ നിന്നുള്ള പലരും ജോലിക്ക് എടുക്കുന്നില്ല. നോർത്തില് കാലാമദ്രാജിയിൽ മാറ്റി ഏർപ്പെടുത്തി ഇപ്പോഴത്തെ ഭരണം വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. പല പള്ളിയും കൂട്ടിന് ആളില്ല. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയിൽ 3-4 പേര് കാണാൻ എനിക്കറിയാം. തിരുച്ചിയില് തിരുവരമ്പൂർ പള്ളിയിൽ 3-4-5-10 പേര് താഴെ ഉള്ളൂ. ഹൈവേയിൽ 124 പേരുണ്ടായിരുന്നു ആ പള്ളിയിൽ. ഇപ്പോൾ ഒരു 5-6 പേര് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഭാവി തന്നെ കൂട്ടും. കൽക്കട്ട വന്നതിൽ 3 പള്ളി കൂട്ടി. അതില്ല, ആരും ഇല്ല അവിടെ. എല്ലാവരും റിട്ടയർ ചെയ്ത് തിരിച്ചു പോകുന്നു. പുതുതായിട്ട് ആരും വരുന്നില്ല. അത് കേരളത്തിന് വെളിയിലേക്ക്. കേരളത്തിൽ പോലും പല പള്ളികളിലും കേരളത്തിലെ ഈ ചെറുപ്പക്കാർ ആദ്യം പുറത്തോട്ട് പോയി. മറ്റേ 5-8-10 പിള്ളേരാണ് വീട്ടിൽ. ഇപ്പൊ ഇല്ല. 1-2 പല കുട്ടികളും വിവാഹം കഴിക്കുന്നില്ല. ഇഷ്ടമല്ല അവർക്ക്, വേണ്ടെന്നാ പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് മാത്രം എല്ലാവർക്കും ഉണ്ട്. കാത്തലിക്സിന് പോലും അവരിപ്പോൾ എൻകറേജ് നിങ്ങൾക്ക് വീട്ടിൽ 4-5 പിള്ളേർ വേണം നിങ്ങൾക്ക് എന്ന് ഓപ്പണായിട്ട് പറയുകയാണ് അവർ കത്തോലിക്ക പള്ളിയിൽ.
കാരണം അവർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ടായി പറയുന്നത്. നമ്മളത്രയും ധൈര്യപ്പെട്ടിട്ടില്ല ഇതുവരെ. അവരുടെ ബിഷപ്പ്മാർ തന്നെ ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പൊക്കെ ഓപ്പണായിട്ട് ഓപ്പണായിട്ട് പറയുന്നത് പറഞ്ഞു വലിയ കാഴ്ചയോടെ 4 പിള്ളേർ കാണും നിനക്ക് അതെ. പറയുന്നത്. കാരണം ഇതവർ ഈ ഡെമോഗ്രാഫി നോക്കിയിട്ടായി പറയുന്നത്. ആളില്ലാതൊരു സാഹചര്യങ്ങൾ അവർക്ക് നമ്മളെപ്പോലുള്ള കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്ത് വരെയിലും ഇതിൻ്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ പൊള്ളയായ ഒരു ഘടന മാത്രമേ കാണുകയുള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. ഭാവിയിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെറും സ്ട്രക്ചർ മാത്രമേ കാണുകയുള്ളൂ. നമ്മളിതൊക്കെ നോക്കി പിടിച്ച് നടക്കും. പക്ഷേ പൊള്ളയാണ്. നമുക്കറിഞ്ഞുകൂടാതെ അതേക്കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അത് നടക്കും. നമ്മൾ എത്ര കേവന്മാരാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒന്നും കൊണ്ടല്ല ഇല്ല. ഇപ്പൊ ഗാസയുടെ കാര്യത്തിൽ തന്നെ ഞാൻ അവരോട് പറയും, FCR തരാത്തോണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിനെല്ലാം പറഞ്ഞു വിട്ടു. 300 പേരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഞാനിപ്പോ ചേരാ ഗാസയുടെ കേട്ടിട്ടുണ്ടോ? ഗാസ എന്നുള്ള എന്തോ ഒരു സംഘടനയല്ല. ഇന്ത്യയിലേക്ക് ഏറ്റവും വലിയ പഴക്കമുള്ള ക്രിസ്ത്യൻ NGO ആണ്. 80 വർഷം പഴക്കമുള്ളത്. കേരളത്തിൽ നിന്ന് മർദ്ദമായിസ് ചെയറായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 8 വർഷമായിട്ട് ഞാൻ ചെയ്യാം. FCR അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിൽക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണ്. നിൽക്കില്ലേ വേണ്ട, നമ്മളെ കിടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതുപോലെ ചെയ്യുക, സാധിക്കും അത് ചെയ്യുക. ഒന്നും പറയാനൊക്കത്തില്ല. ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യൻസിന്റെ ഭാവി എന്താണെന്ന് ആർക്കും അറിയാം. സൺഡേ എത്ര നാൾ ഹോളിഡേ ആയിരിക്കുമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇപ്പോഴത്തെ രീതി ഇങ്ങനെ പോയാൽ സൺഡേ ചിലപ്പോൾ ഹോളിഡേ കാണത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചു കൂടാഴികയില്ല. ഹോളിഡേ ഒന്നും അല്ലായിരിക്കാം, നമ്മുടെ കാലത്ത് കാണത്തുമില്ലായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 70-80s ആ സമയത്ത് പൗലോസ് ഗ്രിഗോറിയോസ് തിരുവനന്തപുരത്ത് NGO ക്ലാസ് എടുത്തു. അദ്ദേഹം പറഞ്ഞു, വലിയ താമസമില്ലാതെ നമുക്ക് കാണാം ഒരു പ്രസ്ഥാനം പഴയതുണ്ട്, ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നുണ്ട് ഇന്ത്യയിൽ. അത് വളരെ അപകടമായി തീരും എന്ന് പറഞ്ഞ ഒരു പ്രവചനം പോലെ സംഭവിച്ചു ഇന്ത്യയിൽ. ഏതാണെന്ന് ചോദിക്കല്ലേ, ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ദീർഘദർശി കണ്ടുപിടിച്ചാണ് ഇന്നത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇന്ത്യയിൽ. നമുക്കൊന്നും നാളത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് പറയാൻ മേല. കാരണം അതുപോലെയൊക്കെ ആയിപ്പോൾ സർക്കാരുകളുടെ പോക്കൊക്കെ. പിന്നെ പിള്ളേരിളകി അങ്ങനെ സാധിച്ചത് പറയാം. അത് സംഭവിച്ചു കൂടാഴികയില്ല. നേപ്പാളിലും ശ്രീലങ്കയിലും വേറെ ചിലടത്തൊക്കെ സംഭവിച്ച പോലെ തന്നെ ജനിസി ഇറങ്ങി ബഹളം വെച്ചു. ഡൽഹിയിൽ ഇറങ്ങി, കോക്രോച്ചുകാരിറങ്ങി. ഇതൊക്കെ അനിവാര്യമാണ് സംഭവിക്കും. ഏജ് ക്രൂസ് പറഞ്ഞിട്ടില്ലേ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യത്തിന് വരുന്നുണ്ട് വിശ്വാസ കാണുമെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് വെറുതെയാണോ? ഒരു തിയറി അല്ലല്ലോ. അവസാനമായിട്ട് നമുക്കൊരു ചോദ്യം കൂടെ വെച്ചു. ഈ പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. 2017 നമുക്ക് വിധി, നമ്മുടെ സഭാതർക്കത്തിൽ നമുക്ക് വിധി പൂർണ്ണമായിട്ട് ലഭിച്ചൊരു വിധി. അതിനകത്ത് കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ നമുക്ക് ആ വിധി നടപ്പാക്കി തന്നിട്ടില്ല. കുറച്ച് പള്ളികളിൽ മാത്രം വിധി നടപ്പാക്കി, ബാക്കിയുള്ള ഭൂരിപക്ഷം പള്ളികളിലും നമുക്ക് വിധി നടപ്പാക്കി തന്നിട്ടില്ല. തിരുമേനിക്ക് ആ കാര്യത്തിൽ വല്ല ഇതും അഭിപ്രായമുണ്ടോ? 58-ലും 95-ലും പിന്നെ 2017-ലാണ് നിർണായകമായ 3 വിധിയുണ്ടാകുന്നത്. 58-ലെ കൊണ്ടെല്ലാം യോജിച്ചു, പിന്നെ അത് പൊട്ടിച്ചു, അന്ത്യോക്യൻ മൂവ്മെൻ്റൊക്കെ ഉണ്ടായി. പിന്നെ 95-ലെ വിധി, അതിൻ്റെ എല്ലാം ഒരു ക്ലാരിറ്റി വന്നത് 2017-ലെ വിധിയിലാണ്, ജൂലൈ 3. അപ്പം അന്ന് കുറേയൊക്കെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലെ ഇത് വെച്ചുകൊണ്ട് ജനങ്ങൾ എപ്പോഴും ഈ അണ്ടർഡോഗിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ആരാണോ പരാജയപ്പെട്ടത് അവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ ജനങ്ങൾ. അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. അവിടെ നിങ്ങൾ ജയിച്ചു തോറ്റത്തില്ല, ഞാൻ ഇവൻ്റെ കൂടെ, അവൻ്റെ പള്ളിയില്ല, അവിടെ എൻ്റെ പള്ളിയിൽ നീ ഉപയോഗിച്ചു, അത് തെറ്റൊന്നുമില്ല അതിനകത്ത്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകുന്നുണ്ട്. ആ വിധി അന്ന് കുറച്ചൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴെന്നാണ് മുളന്തുരുത്തി പള്ളി. മുളന്തുരുത്തി പള്ളിയിൽ അന്ന് വിധി വന്നു, താക്കോലും തന്നു, വികാരിയെ താക്കോൽ ഏൽപ്പിച്ചു. അപ്പോൾ കോടതിയൊന്നും പറഞ്ഞില്ല, കളക്ടർ പറഞ്ഞു ഇപ്പോൾ കയറണ്ട, താക്കോൽ പിടിച്ച പക്ഷേ ഇപ്പോൾ തുറക്കരുത്. അപ്പീൽ പോയിട്ടുണ്ട് ആരോ, കടലാസ് കൊടുത്തെന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഒന്ന് വെച്ച് കടലാസിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് പറഞ്ഞു അച്ഛൻ പേർക്ക് പോയാലല്ല, വെളുപ്പിനെ തീരണം, നേരം വിളക്കുവെന്ന്. അച്ഛൻ പേർക്ക് പോയാൽ താക്കോൽ ഇരിക്കില്ല. നേരം വിളക്കുവതിനോട് പോയി ഇറങ്ങിയപ്പോൾ വേറെ അച്ഛൻ വന്നിട്ട് എനിക്ക് കയറണമെന്ന്. അച്ഛനെ അതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞ് കൂട്ടിൽ ഇടി അങ്ങ് തുടങ്ങി അച്ഛനെ. ഇപ്പം ചെയ്തിട്ടുണ്ട്.
കൈമുട്ട് കൊണ്ട് ഇടിച്ച് ഇപ്പോഴും അച്ഛൻ പുറത്ത് കയറാൻ വേണ്ടിക്ക് വേദനയാണ്. അതുകൊണ്ട് ആ പള്ളി അത് കിട്ടി. അന്ന് ഇപ്പോഴത്തെ ഈ ഗ്രിഗോറിയോസ്, ഇപ്പോഴത്തെ രാഷ്ട്രകാതലിക്ക, ഇപ്പോഴത്തെ അദ്ദേഹം അവിടെ കുത്തിയിൽ ഇങ്ങനെ ഇങ്ങനെ കൈവച്ച് ആരും ഒന്നുണ്ട് ടേക്ക് മീ ബൈ ഫോഴ്സ് എന്ന് പറഞ്ഞത് ആളായിപ്പോൾ കയറിയിരിക്കുന്നത്. മറ്റേ അത്ര പോലെ ഇത് കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള അടിയും പിടിക്കുന്നു പോകത്തില്ല. അത് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ രണ്ടുപേരും കൊച്ചിയിലാണല്ലോ. ആ കൊച്ചിയിലാണ് പല ഇവിടെ വെച്ചല്ല പുറത്ത് പോകുമ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ തിയോഫിലോസും ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ കൊല്ലം പോയത് ബാങ്കോക്കിലാണ് മീറ്റിംഗ് പോയത്. ഒന്നിച്ച് ചെന്നപ്പോൾ അയ്യോ ഒന്നിച്ചിട്ട് ഇടയ്ക്കിടെ പിടിച്ച് നിർത്തി. ഇതിന്റെ നാട്ടിൽ ചെന്നാൽ എനിക്ക് ജീവിക്കാനൊക്കെ തിയോഫിലോസ്. പക്ഷെ ആ വിധിയെ നടപ്പാക്കിയെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങൾ അത് അവർ നോക്കുന്നത് നീതി നടപ്പാക്കാനല്ല. നീതി നടപ്പാക്കേണ്ടത് കോടതിയാണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ നീതിബോധം ഉണ്ടെങ്കിൽ സർക്കാർ ചെയ്യും. എക്സിക്യൂഷൻ സർക്കാർ, കോടതിക്ക് എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ കൊടുക്കാം. പക്ഷെ അതുപോലെ ഇപ്പം ചോദ്യം ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ റദ്ദാക്കിയല്ല. സുപ്രീം കോടതി 17 വിധിച്ചത് എന്താ? 3 പള്ളി ചോദിച്ചു, അവരെ കൊടുത്തു. ഈ വിധി എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ട് അതാ 17 വിധിയുടെ അന്തസാരം, അതാ അന്തസത്തയാണ്. 3 പള്ളിയുടെ വിധി, 4 പള്ളിയുടെ വിധി മലങ്കര ഒട്ടുക്കുള്ള എല്ലാ പള്ളികൾക്കും ബാധകമാണെന്ന് വിധിച്ചു. നേരെ ഹൈക്കോടതി നേരെ അതിന്റെ ഘടകവിരുദ്ധമായി അത് ചെയ്യാനൊക്കത്തില്ല. സുപ്രീം കോടതി വിധിയുടെ നേരെ എതിരാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി രണ്ട് വിധി വന്നിട്ട് അവർ പറയുന്ന 3 പള്ളിക്കേ ഉള്ളൂ, ഇത് വേറെ പള്ളിക്ക് ബാധകമല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. അത് ഞാനും ചോദ്യം ചെയ്യാൻ പറ്റും. അത് ഞാൻ നടക്കുമെന്ന് അറിയാൻ പറ്റും. കാരണം ഡൽഹിയിലെ സാഹചര്യം മാറിപ്പോയി. ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബോധ്യപ്പെടുത്തുന്നതല്ല, അതിന് വേറെ ഇപ്പൊ ഈ കോടതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പറയ പോലെയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന വിധി അത് നേരെ സുപ്രീം കോടതി വിധിയുടെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ ഈ രണ്ടെണ്ണം ഈ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പ് ഹൈക്കോടതി വന്നതാ. 10 ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ പറഞ്ഞു. ഇവർ മറുപടി പറഞ്ഞ കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാനൊക്കോ എന്നൊക്കെ സഹായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അതുകൊണ്ട് സ്വത്തിനും പള്ളിക്ക് അവകാശം കിട്ടത്തില്ല പറഞ്ഞ എന്തോ ഇന്റർപ്രിട്ടേഷൻ. ആരും സ്വത്ത് ചോദിച്ചില്ലല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചത് ഈ വൈദ്യുതി അവിടെ കയറണം, സമ്മതിക്കില്ല. അതുകൊണ്ട് പോലീസ് അനുവദിച്ചു. കാരണം ജന്മക്കാരത്തില്ല. വിധി വന്നിരിക്കും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തതുകൊണ്ട് ഇതിന്മേൽ ഒരു ഉടമസ്ഥാവകാശം ഈ ലോഫുൾ ആയിട്ടുള്ള വിചാരിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ന്യായമാണ്. അന്യായമാണ്, ന്യായമല്ല. അതായിപ്പോ ഇതായിപ്പോ തിരിച്ചു വന്നിരിക്കുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഏതോ ഒരു വകയിൽ നില കയറി പറഞ്ഞു അവകാശം കിട്ടുന്നില്ല. പിന്നെ എന്തിനാ പ്രൊട്ടക്ഷൻ കൊടുത്തത്? അതുകൊണ്ട് പ്രൊട്ടക്ഷൻ പിൻവലിച്ചു. ഇത്രയും വരെ എത്തിയ കോടതി വിചാരിച്ചോണ്ട് നമ്മൾ പണ്ട് നമുക്ക് ഏക ആശ്രയം കോടതിയായിട്ട് നമ്മൾ പറയും. ഇപ്പൊ അവിടെയും ഇല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള വിധി പ്രസ്താവന വിധി വന്നാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ പോയിട്ട് അപ്പീൽ കൊണ്ട് പോയി എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. അതെല്ലാം മാറിക്കഴിഞ്ഞു. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ആയാലും കോടതി ആയാലും ഇത് നടത്തുന്ന ഇതെല്ലാം ഒരു രാഷ്ട്രീയ പിടി നിൽക്കുക. അവർക്ക് അനങ്ങാനൊക്കത്തില്ല. കാരണം റിട്ടയർ ചെയ്താൽ വേറെ പോസ്റ്റ് കൊടുക്കും സുപ്രീം കോടതി ജഡ്ജിക്ക്, ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഗവർണറായിട്ട് വിടും. ഇവിടെ അതിലുണ്ടല്ലോ സുപ്രീം കോടതി ജഡ്ജി കേരള ഗവർണറായിരുന്നല്ലോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് അവർക്ക് അത് നോക്കിയാൽ മതി. അവിടെ നീതി ന്യായമൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. ജഡ്ജ്മെന്റ് വന്നാൽ പിള്ളേരെ വെടിവെച്ച് പല ഇതൊക്കെ വെച്ച് വെടിവെച്ച സമയത്ത് എന്തോ ചെയ്തു സുപ്രീം കോടതി? വെറുതെ ഞങ്ങളുടെ സമയങ്ങളാണ്, നിങ്ങളുടെ സമയങ്ങളായിട്ടാന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന നീതി ന്യായം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഈ പുതിയ സർക്കാരിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ? സർക്കാരിന് ഏത് സർക്കാരായാലും അവരുടെ നിലനിൽപ്പാണ് അവർക്ക് പ്രശ്നം. അല്ലാതെ അവരെ സഹായിക്കുക, നിങ്ങളുടെ ജഡ്ജ്മെന്റ് നടപ്പാക്കുന്നത് സർക്കാരിന്റെ ജോലിയല്ല എന്നാ ഇപ്പോഴത്തെ ഒരു ധാരണ. അവരുടെ ജോലിയാണ്, അവരാണ് നീതി നിർവഹണം കിട്ടുന്ന ജഡ്ജ്മെന്റ് നടപ്പാക്കേണ്ട ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജോലി അവരുടേതാണ്. പക്ഷെ അവർ ചെയ്യത്തില്ല. കാരണം അവർക്ക് വോട്ട് കിട്ടത്തില്ല. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2 കക്ഷികളുണ്ടെങ്കിൽ ഏതാ മജോറിറ്റി വെച്ചാൽ അവരുടെ കൂടെ നിൽക്കും. അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇപ്പം ചീഫ് മിനിസ്റ്റർ മാറി, പഴയ ചീഫ് മിനിസ്റ്റർ അവർ സൈഡിലോട്ട് താഴ്ന്നതാണ് ലോകത്തെല്ലാം അറിയാവുന്നതാണ്. അപ്പോഴത്തെ ആൾ അങ്ങനെ ചായുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ 2 കൂട്ടർ. കഴിഞ്ഞ നമ്മുടെ ഒരു പള്ളി വന്നിരുന്നപ്പോൾ CCC എന്ന് ഞങ്ങൾ എറണാകുളത്തൊരു സംഘടനയുണ്ട്.
കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ എല്ലാവരും കൂടെ കൂടുന്നത്. ഞാനും അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ വാർഷികത്തിന് ഞാനും പോയി എറണാകുളത്ത് വെച്ചായിരുന്നു. ആ ബുക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്ന കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു അയ്യമ്പള്ളി പള്ളിയിൽ ഇതിൽ വന്നതായിരുന്നു. എനിക്ക് നമ്പരൊക്കെ തന്നെ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വോട്ട് കിട്ടി സർവൈവൽ മാത്രമേ സർക്കാരിന് ഉപയോഗമുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ അന്തരീക്ഷം അങ്ങനെ. അല്ലാതെ ഇനി നീതി നടത്തി ഞാൻ തോക്കട്ടെ എന്ന് പറയുന്ന ധാർമ്മിക ബോധമുള്ള ഒരൊറ്റ ഭരണാധികാരിയില്ല. നീതി നടപ്പാക്കിയ കേസിൽ ഞാൻ തോറ്റുപോയി പോകട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരെടുത്ത് കാരണം ഇല്ലല്ലോ. അവർക്ക് ജയിക്കണമെന്നുള്ളത് മാത്രം. ഇവിടെ ഇത്രയും അതായിട്ട് വേറെ കാശ് കൊടുത്ത് ഇത്ര കോടി കൊടുത്തിട്ട് MP MLA വാങ്ങിക്കുന്ന വല്ലാത്തൊരു സാഹചര്യം ഇന്ത്യയിൽ എന്ത് നീതി നടപ്പാനാണ്? കോടികൾ കൊടുത്തൊരു MP വിലയ്ക്ക് വാങ്ങിച്ചേച്ച് അതിനിപ്പോൾ രക്ഷ കോടതിയിൽ ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്ന് ജയിച്ചു കഴിയുന്നുണ്ട് അയാൾ വേറത്തോട്ട് മാറാൻ ഏത് നിയമം അനുവദിക്കും? നിങ്ങൾ ജയിച്ചു വന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ചതിൻ്റെ കൂടെ നിന്നുകൊണ്ടല്ലേ. എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഐഡിയോളജിക്ക് വേറെ ഐഡിയോളജി വില വേണ്ടാതെ പറഞ്ഞ് പോകാൻ നിങ്ങൾക്ക് അവകാശം. നിങ്ങളെ തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോടതി ഇഷ്യൂ ആണ്. ഒരു ചർച്ച വളരെ ചർച്ച വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നോർത്ത് ഇവിടെ കൂടുതലാണ്. ഇപ്പോൾ ഈ പാർട്ടി ജയിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല, അവിടെ ബ്ലോക്കായിട്ട് അപ്പുറം പോയി ചേർന്നു. അതെ. അപ്പം നിങ്ങളെ തെരഞ്ഞെടുത്ത ജനമല്ലേ, അവർ നിങ്ങളെ വിശ്വസിച്ച് വിട്ടതല്ലേ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. ഞങ്ങൾ രാജാക്കന്മാർ, ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്ത് ഈ കോടതി ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. ഈ ഭരണം മാറിയത് കൊണ്ട് എന്തോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാമല്ലോ. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ സർക്കാർ പഴയ പോലെ കണ്ണ് അടച്ചൊന്നും നടപ്പാക്കി തരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളുടെ സൂക്ഷിക്കണം. നമ്മുടെ പ്രസ്താവനകളൊക്കെ വളരെ ഈ പത്രപ്രസ്താവനകളും നമ്മുടെ മീഡിയ കവറേജൊക്കെ ഉള്ളത് അവിടെ നിന്ന് പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയക്കാരെ സൈഡ് ചെയ്യാനോ കുറ്റം പറയാനോ പോകരുത്. ഞാൻ ബാബാടെ നാളെ പറഞ്ഞാൽ ചെയ്യരുത്. അവരെന്തെങ്കിലും കൊല്ലതായി പറഞ്ഞ അവരെ പറയണമായിരുന്നു നോക്കുന്നൊന്നും അവരങ്ങനെ പോകുള്ളൂ. അത് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ഒരിക്കലും ദൈവം അല്ലാതെ വേറെ ആരും. പണ്ട് നമ്മൾ പറയുന്ന ദൈവം കോടതിയുള്ളത്, ഇപ്പോൾ കോടതിയില്ല, ദൈവം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളതാണോ? ഇടപെടുന്നതാണോ, ഇലക്ഷൻ ഇടുന്നതാണോ, സർക്കാരിൽ ഏതിൽ ഇടപെടുന്നത്? രാഷ്ട്രീയമായിട്ട് പറഞ്ഞ് ഏതാണ് കേരള രാഷ്ട്രീയത്തില് നമ്മളിപ്പം ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു. നമ്മുടെ ഒരു പ്രതിനിധി മന്ത്രിസഭയിലില്ല, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് കൊള്ളാവുന്നവരില്ലാത്തതുകൊണ്ട് അവർക്ക് തോന്നിയില്ല. നമുക്ക് തോന്നുമുള്ളവരും ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. അവർക്ക് വേറെ ഇതിൽ പല ഗ്രൂപ്പാണ് ഇതിന്. നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല. ഇതിനകത്ത് ഒരു അടിയുറക്ക് ഒരു ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പ് എടുത്ത് ഇതിനെ നിന്നെ തട്ടി മാറ്റുവാനും എടുത്തു. അത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്. അവിടെ നമ്മുടെ സഭ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നമ്മൾ അധികമായിട്ട് രാഷ്ട്രീയത്തോട് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരും അല്ലാത്തവരും അഭ്യസ്തരായ ആളുകളെ പോളിറ്റിക്സിലോട്ട് കേരളത്തിൽ പോകുന്നില്ല. ഓർക്കുന്നത് ഇതല്ല മറ്റു ചില കമ്മ്യൂണിറ്റീസിന്റെ സ്ഥിതി. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആളുകൾ ആദർശനിഷ്ഠയുള്ളവർ പോളിറ്റിക്സിൽ ഏത് പാർട്ടിയാലും വേണ്ടില്ല പ്രവർത്തിക്കണം. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും വളരെ ചുരുക്കമായിരുന്നു. നമ്മുടെ ആളുകളെ ആ രീതിയിലേക്ക് വളർത്തി വിടണം. വളർത്തുകയിൽ തന്നെ വളർന്നു വരുന്ന ഒരു സാധനമാണ്. എൻകറേജ് ചെയ്യണം. പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കാൻ ആളില്ല, ആരും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നമ്മുടെ സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. എന്ത് നിങ്ങൾ ചേരണമെന്ന് പറയാല്ല. നമ്മള് നമ്മുടെ സൺഡേ സ്കൂൾ, അത് കഴിഞ്ഞിട്ട് യുവന പ്രസ്ഥാനം. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയത്തിൽ പോകണമെന്ന് പറയണ്ട. അവരെവിടെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ അവരെ വിളിച്ചൊരു നല്ല വാക്ക് പറഞ്ഞ്, അല്ലെ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ്. കുഴപ്പമില്ല, എത്തിപ്പെടണ്ടേ. എന്നിട്ട് വേണ്ട പോകാലയുടെ എത്തിപ്പെട്ടാൽ പോലും ഇല്ലല്ലോ. അപ്പൊ അത് നമുക്കൊരു 3 MLA വഴി കഴിച്ചിട്ടുണ്ട്. കുട്ടനാട്, ആറന്മുള, ചിലപ്പോൾ 4 എണ്ണം കിട്ടിയാൽ പോകുന്നു. ബാക്കിയുള്ളവർക്ക് അങ്ങനല്ല. അവർക്ക് ഒരുപാട് പേരുണ്ട്, സാമാജികരുണ്ട്, ആളുകളുണ്ട്. ഇത് നമ്മുടെ ഇതിനകത്തോട്ട് പോകുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് യാഥാർത്ഥ്യമാണ്. ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല ശരിക്കും പറഞ്ഞു. അതിനകത്തോട്ട് പോകുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. പിന്നെ നമുക്ക് മന്ത്രിയല്ല MLA ഇല്ലെന്ന് പരാതി പറയല്ലാതെ ആരുണ്ട്? ആപാടെ ഒരു അടിയുപരുണ്ട്. വേറെ ഇപ്പൊ ബാക്കിയെല്ലാം പുതിയ ആളുകളാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് കളിയുണ്ടെന്ന് ഇതിനകത്ത്. അവിടെ ഈ ദേശങ്ങളിലൊന്നും നടക്കുന്നില്ല. പണ്ട് കർണാടക കാലം പോലെ ഭയങ്കര ഗ്രൂപ്പുണ്ട്. കർണാടക അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഒന്നും അതിന് വിമുക്തരല്ല. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായി തിരുമേനി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു. തിരുമേനിയോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.